എന്തായാലും നയതന്ത്ര തലത്തിൽ ഇടപെടലിന് പരിമിതികളുണ്ട് എന്ന് കേന്ദ്രം തന്നെ കോടതിയിൽ വ്യക്തമാക്കിയ ഒരു ദിവസം കൂടിയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു ചർച്ച സാധ്യമാകുന്നത്, അത് കാന്തപുരം ഇതിന്റെ ഇടപെടലിൽ സാധ്യമാകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധ കോടതിയിലേക്കായിരുന്നു. ഇനി ദിവസങ്ങളില്ല. അപ്പോൾ ഇന്ന് എന്ത് കോടതിയിൽ കേന്ദ്രം പറയുന്നു എന്നത് എല്ലാവരും ഉറ്റുനോക്കി. അവിടെയാണ് ഈ ഒരു പരിമിതിയെക്കുറിച്ച് കേന്ദ്രം പറഞ്ഞത്. സാധ്യമായതെല്ലാം ചെയ്തു, നയതന്ത്ര തലത്തിൽ ഇടപെടലിനുള്ള പരിമിതികൾ ഉണ്ട്, മറ്റ് സാധ്യമായ വഴികൾ തേടുന്നു എന്നതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതൊരു നിസ്സഹായ അവസ്ഥയായിട്ടാണോ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ അല്ലെങ്കിൽ സഹായം എന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതും ഉണ്ടാകുന്നതുമാണോ? ഇതിൽ കൂടി അങ്ങനെയുള്ള ഇടപെടലുകൾ സാധ്യമാകുന്നതാണോ? രേണു, തീർച്ചയായും ഈ ചർച്ച ആരംഭിക്കുന്ന സമയത്ത് ഇതിൽ ഇപ്പോൾ ശ്രീ അബൂബക്കർ മുസ്ലിയാർ എടുത്ത ഒരു എഫേർട്ട്, അദ്ദേഹം എടുത്ത ഒരു മുൻകൈ, അതിനെ ഞങ്ങൾ വളരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി സേവ് ദി പ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിനകത്ത് ഏറ്റവും നിർണായകമായുള്ള ഒരു ഇടപെടൽ നടത്താൻ സാധിക്കുക ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മകനായ ഹക്കീം അസാരിയെ നേരിട്ട് ഡൽഹിയിൽ പോയി കാണുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സഹായം നമ്മൾ ഒഫീഷ്യലി അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. പിന്നീട് പെട്ടെന്നാണ് ഈ കഴിഞ്ഞ വർഷം അതിനുശേഷം ആ ചർച്ചകൾക്ക് ശേഷം പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിൽ പിന്നീട് അതിന്റെ ഫോളോ അപ്പുകൾ നടത്തിയിരുന്നില്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഈ കേസ് പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് വളരെ സജീവമായി എക്സിക്യൂഷന്റെ ഡേറ്റ് ഒക്കെ തീരുമാനിക്കുന്നത്. നേരത്തെ രേണു ചോദിച്ച ചോദ്യവുമായി വരുന്ന സമയത്ത് വളരെ ചില വിഷയങ്ങൾക്കകത്ത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സമീപനം ഇന്ന് അറ്റോർണി ജനറലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതേസമയം ചില വിഷയങ്ങൾക്കകത്ത് വളരെ നിരാശ നൽകുന്ന ഒരു സമീപനവും ഉണ്ടായി. നമുക്ക് എത്ര കാലം ഇങ്ങനെ നമ്മുടെ പരിമിതികൾ പറഞ്ഞു പോയിരിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ സ്വയം ചോദിക്കുന്നത്. കാരണം നമ്മുടെ ഇന്ത്യക്കാരായ പ്രവാസികൾ പല രാജ്യങ്ങളിലും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾക്ക് വിധേയമാക്കപ്പെടുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഇതിനകത്തുള്ള പരിമിതികൾ പറഞ്ഞു മുന്നോട്ട് പോകാൻ സാധിക്കും? കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് ദുബായിൽ ഒരു ഉത്തർപ്രദേശ് സ്വദേശിനി അവിടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത്. അന്ന് വന്ന വാർത്തകൾ പ്രകാരം ആ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുൻപായി കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ എംബസിയോ ഇക്കാര്യത്തെ സംബന്ധിച്ച് അറിഞ്ഞിരുന്നില്ല. പിന്നീട് അതിനുശേഷം വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായും നമ്മുടെ എംബസി പറയുകയാണ് അവരുടെ മൃതദേഹം കൊണ്ടുവരാനുള്ള സഹായം ചെയ്തു കൊടുക്കുമെന്ന്. ഒരാളെ കൊല്ലപ്പെട്ടതിന് ശേഷം മൃതദേഹം കൊണ്ടുവരിക എന്നതുള്ളതാണോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അന്ന് നമ്മളെ അറിയിച്ചിട്ടില്ലെങ്കിൽ ഏതൊരു രാജ്യവും നമ്മുടെ ഡിപ്ലോമാറ്റിക് ലെവലിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം ഇത്തരത്തിലുള്ള എക്സിക്യൂഷൻ നടപ്പാക്കുകയാണെങ്കിൽ ഏത് രാജ്യത്തെ പൗരയെയോ ആണോ ഇത്തരത്തിലുള്ള എക്സിക്യൂഷൻ വിധേയമാക്കുന്നത് ആ രാജ്യത്തെ അറിയിക്കാൻ ബാധ്യതയുണ്ട്. അന്ന് UAE എന്ന് പറയുന്ന സർക്കാർ അത് അറിയിച്ചിട്ടില്ലെങ്കിൽ അത് ഡിപ്ലോമാറ്റിക് തലത്തിൽ നമ്മൾ അത് പ്രൊട്ടസ്റ്റ് ഉയർത്തേണ്ടതായിരുന്നു, അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രൊട്ടസ്റ്റ് ഉയർത്തേണ്ടതായിരുന്നു. അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് വന്നതായി കണ്ടിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങൾക്കകത്ത് ഇനിയും വധശിക്ഷ കാത്തു കിടക്കുന്ന നിരവധി പേരുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട അറ്റോർണി ജനറൽ കോടതി മുമ്പാകെ ഹാജരായി പറഞ്ഞ ഒരു കാര്യം, ഈ വധശിക്ഷ മാറ്റിവെക്കാൻ വേണ്ടി ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി യമനിലെ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷ നിർഭരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു അപേക്ഷ ഉണ്ടാകുന്ന സമയത്ത് അത് പരിഗണിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതോടൊപ്പം തന്നെ ഗ്രാൻഡ് മുഫ്തിയെ പോലെയുള്ള ആളുകളുടെ ഇടപെടലിന്റെ കൂടി ഭാഗമായി നമുക്ക് ഈ മിഷൻ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ്. സുഭാഷ്, ഇവിടെ ഇപ്പോ ഈ UP കാര്യം പറഞ്ഞത് മാറ്റിവെച്ച് ഈ നിമിഷപ്രിയയുടെ കേസിലേക്ക് മാത്രം വന്നാൽ വലിയ സമ്മർദ്ദം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രിമാരായിരുന്ന ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ കേന്ദ്രത്തിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ സാധ്യമാകുന്ന നിലയിൽ കേന്ദ്ര ഇടപെടൽ നടത്താനുള്ള എല്ലാ സമ്മർദ്ദവും സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, നിങ്ങളെപ്പോലെയുള്ള പൊതു പ്രവർത്തകരും ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലും ഒക്കെ വളരെ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ യമനിലെ തന്നെ ഹൂതി വംശജർ അധിവസിക്കുന്ന ഇടത്താണ് ഈ പ്രശ്നം ഇവരുള്ളത്, കുടുംബം ഒരു തരത്തിലും ഇതുമായി സഹകരിക്കാൻ തയ്യാറാകുന്നില്ല. നമുക്ക് നേരിട്ട് എംബസി ഇല്ല, മറ്റ് ജബൂട്ടിയിലാണുള്ളത്. അപ്പോൾ അങ്ങനെ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലിനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കേന്ദ്രം എന്താണ് അവരുടെ പരിമിതികൾ ഈ വിഷയത്തിൽ ഉള്ളത് എന്നത് സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ അവർ സാധ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയത്തിനകത്ത് കേന്ദ്രം ഒരു പരിധിവരെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇല്ല എന്ന് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഞങ്ങൾ കേന്ദ്രത്തോടൊപ്പം നിൽക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജി വാദിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഇതൊരു അഡ്വേഴ്സറിയൽ ലിറ്റിഗേഷൻ അല്ല. ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ലിറ്റിഗേഷൻ ആയിട്ടല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യം ഇതിനകത്ത് കേന്ദ്രത്തിന്റെ പൂർണ്ണമായ പിന്തുണയാണ്. കാരണം 2016 മുതൽ യാത്രാവിലക്ക് നിലനിൽക്കുന്ന ഒരു പ്രദേശം ഒരു രാജ്യം എന്ന രീതിയിൽ ഈ നിമിഷയുടെ ബന്ധുക്കൾക്കോ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്കോ അവിടെ പോയി നേരിട്ട് ചർച്ചകൾ നടത്താനുള്ള സാഹചര്യമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യാൻ സാധിക്കുക കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യം നിരവധിയായ മറ്റു ഫോറങ്ങൾ വഴി ഉന്നയിക്കാമായിരുന്നു. നമ്മുടെ അന്താരാഷ്ട്ര ഏജൻസികൾ വഴി ഇക്കാര്യങ്ങൾ ഉന്നയിക്കാമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഇടപെടലൊന്നും നടത്തിയതായി കാണുന്നില്ല. ഞാൻ പറഞ്ഞത് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ സാധ്യമായ പൂർണ്ണമായ ഇടപെടൽ നടത്താൻ വേണ്ടി തയ്യാറായോ എന്നുള്ളൊരു സ്വയം വിമർശനം നമ്മുടെ കേന്ദ്ര ഭരണാധികാരികൾ വിലയിരുത്തേണ്ടതാണ്. കാരണം നമ്മുടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥ വൃന്ദം അത് വ്യക്തമായി. ഒരൊറ്റ കാര്യം കൂടി ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഒരൊറ്റ കാര്യം കൂടി. ഇപ്പോൾ കാന്തപുരം മുൻകൈ എടുത്താണ് ഇപ്പോൾ ഒരു ചർച്ച സാധ്യമാകുന്നത്. അവിടെ ഏതൊക്കെ തലങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ഉറപ്പുവരുത്താൻ കഴിയും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അവരുടേതായ ഒരു റോൾ ചെലുത്താൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നു? അങ്ങനെയുള്ള ഇടപെടൽ അവരെ ഓർമ്മപ്പെടുത്താനോ അല്ലെങ്കിൽ കൂടുതൽ ഇടപെടൽ നടത്താനോ ഉള്ള സാധ്യതകൾ കൂടി ഉണ്ടോ? ഇനി അങ്ങനെയുള്ള സാധ്യതകൾ തേടുന്നുണ്ടോ? ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ സൂചിപ്പിച്ചത് അവിടെ ഇന്ത്യൻ എംബസിയോ അല്ലെങ്കിൽ ഇന്ത്യൻ മിഷനോ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അത് സത്യമാണ്. ഇന്ത്യൻ മിഷൻ ഇപ്പോൾ നേരത്തെ രേണു പറഞ്ഞതല്ല, അതിനൊരു തിരുത്തുണ്ട്. ജിബോട്ടിയിൽ നിന്ന് നേരത്തെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ റിയാദിലെ നമ്മുടെ സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നാണ് ഇന്ത്യൻ എംബസി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, യമനിലെ ഇന്ത്യൻ എംബസി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് അവിടെ പ്രാദേശികമായുള്ള ഈ പറയുന്ന യമനി ജീവനക്കാർ, ഇന്ത്യൻ എംബസിയുടെ ഭാഗമായുള്ള ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിമിഷപ്രിയയുടെ അമ്മയെ ഞങ്ങൾ യമനിലേക്ക് അയക്കുന്ന സമയത്ത് അവരുടെ ജയിലിൽ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നത്, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യുന്നത് ഇന്ത്യൻ എംബസിയുടെ ഭാഗമായ യമനി ഉദ്യോഗസ്ഥരാണ്, യമൻ സ്വദേശികളായ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായും അവിടെ ഇന്ത്യൻ എംബസിയോ ഇന്ത്യൻ മിഷനോ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല. അവരോട് ഒരുമിച്ചുള്ള ഫോട്ടോകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. അവരാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇന്ത്യൻ എംബസി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ ഭാഗമായി നിൽക്കുന്ന ജീവനക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അതേസമയം ഈ പരിമിതികൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ഒരു സമീപനം എടുക്കുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായ എഫേർട്ട് എടുത്ത് അത് വിജയിക്കാത്ത ഒരു സാഹചര്യമോ അല്ലെങ്കിൽ പരാജയപ്പെടുന്ന സാഹചര്യമോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ ഞാൻ അതാണ് പറഞ്ഞത്, നമുക്ക് കുറെ കൂടി സെൻസിറ്റൈസ് ആവണം. നമ്മുടെ സിസ്റ്റം, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ആയാലും നമ്മുടെ ഉദ്യോഗസ്ഥരായാലും ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ആയാലും ഇത്തരത്തിലുള്ള ഡിപ്ലോമാറ്റുകളായാലും കുറെ കൂടി സെൻസിറ്റൈസ്ഡ് ആവണം. നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവാസികളെ സംബന്ധിച്ച്, അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, അതിനകത്തുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് കുറെ കൂടി സെൻസിറ്റൈസ് ആവണം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദാഹരണമായി നിമിഷപ്രിയ കേസ് മാറുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. നമുക്ക് ശങ്കുട്ടി ദാസ് കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയുടെ ഭാഗമാകുക.